ബ്യൂട്ടി പാർലറിന്റെ ഉദ്ഘാടന ദിവസമാണ് അറിയാലോ. ഞാൻ ആദ്യമായിട്ടാണ് അപ്പം മേക്കപ്പ് ചെയ്യുന്നത്. ബ്യൂട്ടി പാർലറിന്റെ ഉദ്ഘാടന ദിവസത്തിന് ഒരു കല്യാണ പെണ്ണിനെ ഒരുക്കാൻ പറ്റിയില്ല എന്തായാലും. അല്ലേ ശാന്തേ? ആ അതെ അതെ. അമ്മയുടെ ബ്യൂട്ടി പാർലറിൽ ഇനി എനിക്ക് എന്നും വന്ന് ഒരുങ്ങണം. ഒരു ദിവസവും ബ്യൂട്ടി പാർലറിൽ വന്ന് ഒരുങ്ങുന്നത് നല്ലതല്ല. മേക്കപ്പ് ഒക്കെ അധികമായി കഴിഞ്ഞാൽ പിന്നെ സ്കിന്നിന് പ്രശ്നം ഉണ്ടാവും. താഴെ കുറച്ചൊന്ന് ചരിച്ചേ. ആ അമ്മയുടെ മേക്കപ്പ് സൂപ്പറായിട്ട് വരുന്നുണ്ട്. ആ മേക്കപ്പ് ഒക്കെ കംപ്ലീറ്റ് ആയി. ബ്യൂട്ടി പാർലറിന്റെ ഉദ്ഘാടന ദിവസമല്ലേ, ഞാൻ എല്ലാവർക്കും ഒന്ന് ലഡു കൊണ്ടുവരട്ടെ. അമ്മണി നീ കൂടെ വാടി ലഡു എടുക്കാന്. മുഹൂർത്തം എത്ര മണിക്കാ? 15 മിനിറ്റ് കൂടെ കഴിഞ്ഞ് പിന്നെ കല്യാണ മണ്ഡപത്തിൽ കയറണം. ലഡു റെഡി, ലഡു റെഡി. എടുക്ക് ശാരദേ. വലിയ ലഡു വന്നല്ലോടി. ആ ഇനി കല്യാണ പെണ്ണ് പറഞ്ഞ് എടുത്ത് കഴിച്ചേ. അയ്യോ എനിക്ക് വേണ്ട, ഇപ്പൊ മുഹൂർത്ത സമയമാകും, കഴിക്കാൻ സമയമില്ല. എന്നാ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടേക്കുന്നോണ്ട് കഴിക്കാൻ പാടാ. അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, കഴിച്ചേ പറ്റൂ. ഇവിടുത്തെ ഉദ്ഘാടനമല്ലേ, അപ്പൊ പിന്നെ ഒരു ലഡു എടുക്കാതെ എങ്ങനെയാ പോണത്? ഇനി നിങ്ങളെല്ലാരും ലഡു കഴിക്കേ, ഞാൻ പുറത്ത് വയ്ക്കുന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കട്ടെ. ആ ശാന്ത കൊണ്ട് കൊടുത്തിട്ട് വാ എല്ലാവർക്കും. അയ്യോ ഈ ലഡുവിനകത്ത് ഉറുമ്പുണ്ടല്ലോടി. എനിക്കൊരു ഉറുമ്പിന്റെ കടി കിട്ടി ചുണ്ടത്ത് തന്നെ. ആ ഉറുമ്പുണ്ടെങ്കിൽ നോക്കി കഴിക്കും മക്കളെ. അയ്യോ ഇതൊക്കെ ഉറുമ്പ് കയറിയത്. ഞാൻ പൊട്ടിച്ചു വെച്ചേക്കുവാ. അയ്യോ എനിക്ക് കിട്ടി ഉറുമ്പിന്റെ കടി. അയ്യോ കല്യാണ പെണ്ണിന് ഉറുമ്പിന്റെ കടി കിട്ടിയോ? ഓ കണ്ണിന്റെ മുകളിലാ കടി കിട്ടിയത്. അയ്യോ അത് നോക്കി കഴിക്കണ്ടായിരുന്നു മോളെ, ഞാൻ അപ്പഴേ പറഞ്ഞ ലഡു വേണ്ടാന്ന്. ഓ ഇനി കണ്ണിന്റെ മുകളിൽ ഇനി തടിക്കും, ഇനി കണ്ണിനി വീർത്തു വരും. അയ്യോ അത് ശരിയാ, കണ്ണ് വീർത്തു വരും. അയ്യേ കണ്ണിന്റെ മുകളിൽ വീർത്തു വന്നാ വൃത്തികേടായിരിക്കുമല്ലോ. അയ്യോ സോറി ചേച്ചി, ഞാനെങ്കിൽ ഈ ലഡു നേരത്തെ അങ്ങ് പൊട്ടിച്ചു വെച്ചതാ. ഈ കവറോട് കൂടി ഇരിക്കുവായിരുന്നു, ഞാനത് നേരത്തെ പൊട്ടിച്ച് അങ്ങനെയാ ഉറുമ്പ് കയറിയത്. സോറി ചേച്ചി. ദേ കിടക്കുന്നത്, എനിക്ക് വേണ്ട ലഡു. അയ്യോ ഇപ്പൊ മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ ആരും. മോളാണെങ്കിൽ അറിയാതെ, ഈ അമ്മണിയാണെങ്കിൽ അറിയാതെ എങ്കിൽ പൊട്ടിച്ചു വെച്ചതാ കവറ്, അങ്ങനെ ഉറുമ്പ് കയറിയതല്ലേ എന്നും പറഞ്ഞതേ. കണ്ണായി വീർത്ത് വരുന്ന കണ്ടോ, എന്തോ വൃത്തികേടാ. ഞാൻ എങ്ങനെ ഇനി കല്യാണ മണ്ഡപത്തിൽ പോകും? അയ്യോ നല്ലപോലെ വീർത്ത് കണ്ണ്. ഉണ്ണിയപ്പൊന്നും അല്ലടാ ചെക്ക, കണ്ണാക്കി ഉറുമ്പ് കടിച്ചിട്ട് വീർത്ത് വന്നതാ. അയ്യോ ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഇതേ കണ്ണ് പിന്നെ വീർത്ത് വരുവാ. എവിടെയാ പെണ്ണുമ്പിള്ള? ഒന്നോ മുഹൂർത്ത സമയം ആകാറായി, ഞാൻ ഈ കണ്ണ് വെച്ചോണ്ട് എങ്ങനെ ഇനി കല്യാണ മണ്ഡപത്തിൽ പോയി കയറും? എന്താ ഇവിടെ ഒരു ബഹളം കേൾക്കുന്നത്? കുറെ നേരമായല്ലോ. പെണ്ണുമ്പിള്ളേ നിങ്ങൾ നോക്ക്, എന്റെ കണ്ണ് കണ്ടോ? എന്താ നിങ്ങൾ വന്ന ആ ലഡുവിനകത്ത് ഉറുമ്പുണ്ടായിരുന്നു, ആ ഉറുമ്പ് കടിച്ച് എന്റെ കണ്ണ് വീങ്ങിയിരിക്കുന്നു. അയ്യോ ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഈ കണ്ണുകൊണ്ട് ഇനി കല്യാണത്തിന് മുമ്പിലോട്ട് എങ്ങനെ ചെല്ലും? തണുത്തോളം ഇട്ടൊന്ന് കഴുകി നോക്കിക്കേ കണ്ണ്. പിന്നെ തണുത്തോളം കഴുകിയാൽ തണുത്തോളം കഴുകാനൊക്കെ പറയാന്. അയ്യോ സമാധാനപ്പെടും. ഇപ്പൊ ഞങ്ങളിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് അല്ലല്ലോ ഇത്. ആരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് അല്ല, ആ പെണ്ണുമ്പിളെ ഇതിനെല്ലാം കാരണക്കാരി. അയ്യോ അതിന് ഞാൻ എന്ത് ചെയ്ത്? നിങ്ങളോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു തന്നെ എനിക്ക് ലഡു വേണ്ടാന്ന്. നിങ്ങൾ ഈ ലഡു എന്നെ പിടിച്ച് തീറ്റിപ്പിച്ചത്. ആന്റി ഇത് ബ്യൂട്ടി പാർലറിന്റെ ഉദ്ഘാടനല്ലേ, അതുകൊണ്ടല്ലേ ലഡു കഴിക്കാൻ പറഞ്ഞത്. ഓ ബ്യൂട്ടി പാർലറിന്റെ ഉദ്ഘാടനം ഒരു ലഡു. റെഡി ആയില്ലേ? മുഹൂർത്ത സമയമായി, വേഗം വാ മണ്ഡപത്തിലേക്ക്. ഞാൻ ഇനി എങ്ങനെ മണ്ഡപത്തിൽ വന്ന് കയറും വച്ചാ? എന്താ മോളെ കണ്ണി മന്ത് പിടിച്ചോ? ആ അതല്ലേ ഞാൻ പറഞ്ഞത്, എന്റെ കണ്ണ് കണ്ടോ? ഞാൻ ഈ കണ്ണുകൊണ്ട് എങ്ങനെ ഞാൻ മണ്ഡപത്തിൽ വന്ന് കയറും? കല്യാണ മണ്ഡപത്തില് ആ ചെറുക്കന്റെ മുമ്പിൽ എങ്ങനെ ഇനി നിൽക്കും ഞാൻ നേരെ? ഈ ബ്യൂട്ടി പാർലറിൽ വന്നപ്പോഴേ എനിക്ക് തോന്നി ഇത് ആദ്യമായിട്ട് തുടങ്ങിയ ബ്യൂട്ടി പാർലർ അല്ലേ, അവർക്കറിയാവോ ഇത് എങ്ങനെ മേക്കപ്പ് ചെയ്യേണ്ടതൊക്കെ. അപ്പൊ നമ്മളെ മേക്കപ്പ് ചെയ്താന്ന് ഈ പരിവാക്കി വെച്ചേക്കുന്നേ. ഞാൻ മേക്കപ്പ് ഒക്കെ നല്ല വൃത്തിക്ക് ചെയ്തതാ. ഒരു ലഡു കൊടുത്ത് അപ്പൊ ഉറുമ്പ് കടിച്ചു കണ്ണിന്, അങ്ങനെ ഇങ്ങനെ ആയിപ്പോയത്. കണ്ണിന് ഉറുമ്പ് അടിച്ചോ മോളെ? ആ അതെ അച്ഛാ, കണ്ണിന് ഉറുമ്പ് കടിച്ചു. ഞാൻ ഇവരോട് പറഞ്ഞത് എനിക്ക് ലഡു വേണ്ടാന്ന്. ഇവര് പറഞ്ഞ് പിന്നെ ഉദ്ഘാടനമാ, അപ്പൊ അതുകൊണ്ട് ലഡു കഴിക്കാൻ പറഞ്ഞ്. അങ്ങനെ ആ ലഡുവിനകത്താക്കി ഉറുമ്പുണ്ടായിരുന്നു. ഉറുമ്പ് കയറി ലഡു എനിക്ക് കൊണ്ട് തന്നത്. അങ്ങനെ ആ ഉറുമ്പ് കയറി ലഡു കഴിച്ച് പിന്നെ എനിക്ക് കണ്ണനാക്കി ഉറുമ്പ് കടിച്ച് ഈ പരുവായിരിക്കുന്നു ഞാൻ. നിങ്ങൾ നഷ്ടപരിഹാരം തന്നെ പറ്റത്തുള്ളൂ കേട്ടോ. ഞാനെന്ത് നഷ്ടപരിഹാരം തരാനാ? വേണമെങ്കിൽ ഈ മേക്കപ്പ് ഫ്രീ ആയിട്ടൊക്കെ ചെയ്തേക്കാം, മേക്കപ്പിന്റെ പൈസ തരണ്ട. നിങ്ങൾക്ക് പൈസ തരാം ഈ പരിപാടി കാണിച്ചു വെച്ചിട്ട്. മോളെ തന്നെ വേഗം വാ. നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട് തള്ളേ. എന്തിനാ അമ്മണി നേരത്തെ ലഡു പൊട്ടിച്ചു വെച്ചത്? ഞാൻ അറിഞ്ഞ ഉറുമ്പ് കയറുമെന്ന്. അതുകൊണ്ടത്തെ എനിക്കിട്ട് കണ്ട പണിയും കിട്ടിയപ്പോ. എനിക്കിന്ന് ഫേഷ്യൽ ചെയ്യണമായിരുന്നു. ഇപ്പൊ തന്നെ ചെയ്യാം. എത്ര രൂപ ഇത് ഫേഷ്യലിന്? 1000 രൂപയുടെ ഉണ്ട്, 1500 രൂപയുടെ ഉണ്ട്. ചാരി കിടക്കേ എനിക്കും കൂടെ ഒരു ഫേഷ്യൽ കേട്ടോ. ഫേഷ്യൽ ചെയ്തു തരാം ശാരദേ. മുഖത്ത് ഒരുപാട് കാര്യമുണ്ട് കേട്ടോ, അഴുക്ക്. കുറെ നാളായോ മുഖം ഫേഷ്യൽ ചെയ്തിട്ട്? ഞാൻ കുറെ നാളായി ഫേഷ്യൽ ചെയ്തിട്ട്. ഒരു 5 വർഷത്തിന് മുമ്പാ ഫേഷ്യൽ ചെയ്തത്, ഇപ്പഴാ പിന്നെ ചെയ്യാൻ വന്നത്. അയ്യോ ആരത്? എന്റെ മോളെ കല്യാണം മുടക്കിയത് പോരാ, നിങ്ങൾ ഇവിടെ നിന്ന് ഫേഷ്യൽ ചെയ്ത് കൊടുക്കുന്നില്ലേ? ആര് കല്യാണം മുടക്കി? എന്റെ മോളെ കണ്ണ് കണ്ടിട്ട് ആ ചെറുക്കന്റെ വീട്ടുകാരും ചെറുക്കനും പറഞ്ഞു വേണ്ടാന്ന്. മോളെ എഴുന്നേറ്റ് പോകണ്ടേ? ഇവിടെ ആരും ഫേഷ്യൽ ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ഇവിടെ വന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് കേട്ടോ. നിങ്ങളുടെ ബ്യൂട്ടി പാർലർ ഞാൻ ഇന്ന് തന്നെ കൂട്ടി. അയ്യോ ആ പെണ്ണ് കണ്ട സാധനങ്ങളെല്ലാം പറക്കി എറിയുന്നു. മോളെ നീ എല്ലാം ഇറങ്ങി തകർക്കടി. എന്റെ ദൈവമേ, ഉള്ളതെല്ലാം നശിപ്പിക്കുന്നതേ. അവനോട് പൊയ്ക്കോ, ഒറ്റ ഇവിടെ കണ്ടേക്കരുത്. എടാ മനുഷ്യ, നിങ്ങളുടെ മോളത്തെ കാണിക്കുന്നേ, എന്റെ സാധനങ്ങളൊക്കെ എന്തിനാ നശിപ്പിക്കുന്നത്? പിന്നെ എന്റെ മോളെ കല്യാണം അല്ലേ മുടങ്ങിയത്, അതുകൊണ്ട് അവൾ അവിടെ ദേഷ്യത്തിന് ഇതൊക്കെ കാണിക്കും. നിങ്ങക്ക് തൃപ്തിയായതല്ലേ? എന്റെ കല്യാണം മുടക്കിയപ്പോ നിങ്ങക്ക് തൃപ്തിയായോ? എടി എനിക്ക് ഞാൻ ആ ലഡു തന്നതല്ലേ ഉള്ളൂ ഞാൻ ചെയ്ത തെറ്റ്.
നിങ്ങൾ ഇവിടെ ഈ സാധനങ്ങളൊക്കെ എന്തിനാ നശിപ്പിക്കുന്നത്? എന്റെ കല്യാണം മുടക്കുന്നത് കേട്ടതല്ലേ? നീ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ശാന്തേ, നീ ചിലപ്പോ പോലീസിനെ വിളിക്ക്, അല്ലാതെ ഒരു കാര്യം നടക്കത്തില്ല ഇവിടെ. അത് തന്നെ, ഞാൻ പോലീസിനെ വിളിക്കാൻ പോവാ. നിങ്ങൾ പോലീസിനെ പട്ടാളത്തിന് ആരെ വേണ്ടി വിളിച്ചോ? നിങ്ങൾ എന്തോ അക്രമമായി കാണിക്കുന്നത്? ഹലോ ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? അയ്യോ, ഞാനാണെങ്കിൽ ബ്യൂട്ടി പാർലർ തുടങ്ങിയിട്ടുണ്ട്. എന്റെ പേരാണെങ്കിൽ ശാന്ത. ആ ശരി സാർ. ആ ബ്യൂട്ടി പാർലർ തുടങ്ങി. പിന്നെ ഞങ്ങളുടെ ഈ വള്ളിയൂർ ജംഗ്ഷൻ. ആ സാറേ, ഞാനാണെങ്കിൽ കാര്യം ഞാൻ പറയാം. ഞാനാണെങ്കിൽ ഇവിടെ ബ്യൂട്ടി പാർലർ തുടങ്ങി. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒരു പെണ്ണാണെങ്കിൽ ഒരുങ്ങാൻ വേണ്ടിയിട്ട് വന്നു. ആ പെണ്ണിന്റെ കല്യാണമായിരുന്നു, കല്യാണ പെണ്ണ്. ആ പെണ്ണ് ഞാൻ ഒരുക്കി, നല്ല വൃത്തിയായിട്ട് ഞാൻ ഒരുക്കിയതാ. ആ പെണ്ണ് ഞാനാണെങ്കിൽ ഉദ്ഘാടന ദിവസം ആയതുകൊണ്ടാണെങ്കിൽ ഒരു ലഡു കൊടുത്തു കഴിക്കാൻ. ആ ലഡു കൊടുത്തപ്പോഴത്തേക്ക് അതിനകത്താണെങ്കിൽ ഉറുമ്പുണ്ടായിരുന്നു. ആ ഉറുമ്പുള്ള എൻ്റെ കുറ്റമാണോ? ആ ഉറുമ്പ് ആ പെണ്ണിന്റെ കണ്ണെ കടിച്ചത് ആ പെണ്ണിന്റെ കണ്ണാണെങ്കിൽ നല്ലപോലെ മത്തങ്ങ പോലെ വീർത്ത്. അപ്പോൾ ആ കല്യാണ ചെറുക്കനാണെങ്കിൽ ആ പെണ്ണിന്റെ കണ്ണ് കണ്ടിട്ടാണെങ്കിൽ ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞു. ഇപ്പം എൻ്റെ അച്ഛനും മോള് വന്ന് ഇവിടെ മൊത്തം നശിപ്പിക്കുക. സാറ് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ പറ്റുള്ളൂ. ഇപ്പൊ പോലീസ് വന്ന് നിങ്ങൾ ഇപ്പൊ ശരിയാക്കും. ആ പോലീസ് ഇപ്പൊ വരും. പോലീസ് വന്നിട്ട് ആരുടെ സൈഡിൽ നിൽക്കുന്ന നോക്കാം. നീ എന്തൊക്കെ നോക്കട്ടെ നശിപ്പിക്കാൻ ഇവിടെ. എന്റെ പൊന്നുമോളെ നശിപ്പിച്ചാൽ മതി. ആ പോലീസ് എത്തട്ടെ. പോലീസ് ഇവരെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ഞങ്ങൾ ബ്യൂട്ടി പാർലർ ആദ്യം കൂടെ തുടങ്ങിയത് അവർ മൊത്തം നശിപ്പിച്ചിട്ടേക്കുന്നത് ഇവിടെ. മോളെ നമുക്ക് പോകാം. നശിപ്പിക്കണ്ടല്ലേ, നശിപ്പിച്ചില്ലേ? പോലീസ് ഇതുവരെ എത്തിയില്ലല്ലോ. ശാന്ത, നീ വേഗം പോലീസിനെ വിളിക്കുക, അല്ലെങ്കിൽ അച്ഛനും മോളും ഇപ്പൊ രക്ഷപ്പെടും. ഹലോ സാർ, ഇത് ഞാൻ എപ്പോഴും വിളിച്ചിരുന്നു ബ്യൂട്ടി പാർലറിന്റെ കാര്യം പറഞ്ഞിട്ട്. സാർ എപ്പോ വരും? വരാൻ പറ്റത്തില്ലേ? ആ മീറ്റിംഗ് ഉണ്ടോ? ആ ശരി. ഓക്കെ. എടി ശാരദ, വരാൻ പറ്റത്തില്ലെന്ന് പോലീസിന്. അവർക്കാണെങ്കിലേ ഏത് CM ഏതാണ്ട് ഇപ്പൊ വരുമെന്ന്. അതുകൊണ്ട് അവർക്ക് ഇപ്പൊ വേറെ ഒരു കാര്യത്തിന് പോകാൻ പറ്റത്തില്ലെന്ന്. നിന്റെ കണ്ണിന് ഉറുമ്പ് അടിച്ച് പാടെവിടെ? അത് പോയല്ലോ. ഞാനത് മരുന്ന് കഴിച്ച് പോയതാ. ചെറുപ്പം പോയി കഴിഞ്ഞാൽ എനിക്ക് മരുന്ന് കഴിക്കാൻ പറ്റിയത്.